അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യം നമുക്ക് റൂമിന്റെ വിഷ്വൽസ് കാണാം, റൂം ക്ലീൻ ആക്കണം, അതാണ് മെയിൻ പരിപാടി. പിന്നെ പിന്നെ എന്താ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ അതൊക്കെ തന്നെ പറയാനുള്ളൂ. റൂം ആദ്യം കാണാം. റൂം അടിപൊളി കച്ചറ അടിപൊളി. ഉമ്മാനോട് പറഞ്ഞതാണ് ക്ലീൻ ആക്കാൻ എന്തെങ്കിലും തേര് വെച്ചപ്പോ ഉമ്മ കൊടുന്നതാണ്. ഇത്രയും സാധനം കൊടുക്കുന്നത്. ഉമ്മ ഭയങ്കര വലിയ മനസ്സാണ്. ഉമ്മക്ക് ഭയങ്കര വലിയ മനസ്സാണ്. അതാണ് ഇത്രയും സാധനം കൊടുക്കുന്നത്. അപ്പോ ഇതിനെപ്പറ്റി നമുക്ക് എല്ലാ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മള് നേരെ ഉമ്മാനോട് ചോദിച്ചാണ്ട് ഇനിയിപ്പോ ഇതാണ് കേട്ടോ ഫസ്റ്റ് വേണ്ടത്. മാറാല തട്ടുന്ന സാധനം. അപ്പോ ഇത് ഒന്നും അറിയില്ല. എന്തായാലും മാറാല ഇല്ല, എന്നാലും നമുക്ക് കുറച്ചുകൂടെ തട്ടാം. ഫസ്റ്റ് ഇതിന് വേറെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത് ഇതേമാതിരി ഇത് മാറാല ഉണ്ട് കേട്ടോ, കാര്യം ഉണ്ട്, ഇല്ലാന്നല്ല, ഉണ്ട്, സാധനം ഉണ്ട്. ക്ലീൻ ചെയ്യട്ടോ. ഇവിടെ നല്ല ഇതുണ്ട് കേട്ടോ, വെട്ടി കാണാൻ പറ്റുന്ന നല്ല ചെളിയില്ല. അവിടെ ഇടായിരുന്നു. അതേപോലെ ഈ ഗ്ലാസിന്റെ സാധനം ഇതൊക്കെ എടുക്കാൻ പറ്റും, നമുക്ക് അതൊക്കെ എടുക്കാം. നമുക്കിന്ന് ഫുള്ള് റൂം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്ന പണിയായിട്ട് നമുക്ക് റൂം ഫുള്ള് അയച്ചാണ്ട് പണിയെടുക്കാൻ പറ്റും. നമ്മള് ആദ്യം കൂട്ടിയുണ്ട് ഓരോരോ സിനിമ കാണുന്നുണ്ട്. അപ്പൊ എല്ലാ നോയ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒന്നും പറയല്ല. സാധനം പറയാനില്ല. ഓ ഇതിന്റെ നല്ല ഡ്രസ് രസമൊക്കെ കലീവിനൊക്കെ വെള്ള രസം കാപ്പി രസം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇപ്പൊ തട്ടിയതാട്ടോ ഈ കാണാൻ ക്ലീൻ ആയിട്ട് വാക്കും ബാക്കിയൊക്കെ. ഓ എന്റെ പൊന്നണിയാ. നമുക്ക് എന്തായാലും കബോർഡ് അടച്ചിട്ട് ഇത് ഫുൾ അടച്ചുകൊണ്ട് അത് ക്ലീൻ ആക്കും. ആദ്യം ഒരു മിനിറ്റ്, വെള്ളം കാപ്പി കളറും. അപ്പൊ നമ്മള് തട്ടോ ഗൈസ്. ഇതുമ്മ തീരൂല കേട്ടോ, ഇതുമ്മ തീരൂല. നമുക്ക് സാധനം മാറ്റാം. നെക്സ്റ്റ് ആകുന്ന ചൂലാണ്. അവിടുത്തെ സെറ്റ് ആക്കി ആണുണ്ടോ അടിപൊളിയാണ്. കാണുന്നുണ്ടോന്നല്ല, കാണും. എന്നിട്ട് സെറ്റ് ആക്കി നെക്സ്റ്റ് എന്താ നിങ്ങൾക്ക് അറിയില്ല. നമുക്ക് നെക്സ്റ്റ് എന്താ പറയാ, നമ്മള് എന്താ ഒന്ന് കാട്ടി കൊടുത്താൽ ഫുള്ള് ക്ലീൻ ആക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് ക്ലീൻ ആക്കണം. അതായത് ഈ ഇത് പിന്നെ കട്ടില് പിന്നെ അതേമാതിരി നിലം പോണ്ട, കട്ടില് അതേമാതിരി ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ജിമ്മില് വന്നിട്ട് അങ്ങനെ ഇട്ടാണ്. പിന്നെ കബോർഡ് ഫുള്ള് ക്ലീൻ ആക്കാണ്ട്, ഇതിന്റെ പോലെ കണ്ടില്ലേ, അത് ക്ലീൻ ആക്കാണ്ട്, ഇത് ക്ലീൻ ആക്കാണ്ട്. ഇപ്പൊ ഒച്ചയും വലിയ ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല കരുതല്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. ഇത് കാട്ടി കൊടുക്കാം. ഇത് ഫുള്ള് നമുക്ക് കിട്ടിയതാ കേട്ടോ. ഈ ഒരു ട്രോഫിയുടെ ഫുള്ള് ഇത് ഇത്ര നല്ലേന്നു. കൊറേ എന്താ കൊറേ ഇത് പോയി. ഐ മീൻ എന്താ വീട് മാറിയപ്പോ, നമ്മളാദ്യം വീട് മാറിയപ്പോ നമ്മളതിന് പോയി. പിന്നെ ഇല്ലത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊറേ ഉണ്ട്. ഇതൊക്കെ അറിയോ, ഇതൊക്കെ ക്ലാസ് ചെന്ന പേനൊന്നുമില്ല. ഇവിടെ ഒരു പേന, അടിയിലൊരു പേനുണ്ട്, ആകെ പേന. ഇത് നമ്മുടെ സൺസ്ക്രീൻ മെയിൻ. നെക്സ്റ്റ് ഈ ഒരു കൂടി നമുക്ക് ഇങ്ങനെ സെറ്റാക്കും. പിന്നെ ഇത് എന്നോട് മേലേക്ക് വന്നപ്പോഴേ ടീമി പറഞ്ഞോളെ എന്താ എൻ്റെ ഫുള്ള് ജന നോക്കേണ്ടി വരും. അപ്പോഴൊക്കെ പിന്നെ മെയിനായിട്ട് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെന്താ നോക്കാനുണ്ട്. ഇപ്പൊ ജിമ്മിന് പോയി വന്നപ്പോണ്ട് സാധനങ്ങൾ ഫുള്ള് അവിടെ ഇട്ടാറില്ല. തുടക്കാനുള്ളതും എന്താ അടിച്ചു വരാനുള്ളതും നല്ല ഇട്ടാറില്ല. ഇത് എന്നോട് ഒറ്റക്ക് ഇതാക്കണം, അല്ലെങ്കിൽ താഴേക്ക് വരാൻ. ഈ റൂം സെറ്റ് കേട്ടോ. നമുക്ക് മറ്റേ അതൊന്നും കാട്ടി കൊടുത്താ അവിടെ കാട്ടി കൊടുത്താ അത് ബോർഡ് ഫുൾ നമ്മൾ സെറ്റ് ആക്കി. ഇനി അടുത്ത ബോർഡ് ഡ്രസ്സിൻ്റെയാണ്. ഉണ്ട് പിന്നെ ഇത് കാട്ടി ഇത് നമ്മളെ മെയിൻ സാധനമാണ്. അതായത് ജോയിസ്റ്റിക് ഗെയിം പോയി ഇതിന്റെ വാക്കിൽ കാട്ടി തരാം. ഇതിന്റെ സാധനം
ഇതതിൻ്റെ ഒരു സാധനം. ഇത് ഞങ്ങൾ കളിച്ചിരുന്നു കേട്ടോ. പിന്നെ വീട് പറയുന്ന ശേഷം ആ ടി വിക്ക് കണക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ചെറിയ പ്രശ്നം. ഇതതിൻ്റെ മറ്റേ മൾട്ടിപ്ലെയർ രണ്ടാം കളിക്കാൻ പറ്റുന്ന മറ്റേ സാധനം. എന്തായാലും അത് രണ്ടുണ്ട്. ഇതിന്റെ കാര്യം ഇതിന്റെ കാര്യം പറയുന്നത് കേട്ടോ. ഇത് പുതിയ എടുത്ത സാധനമാണ് പാപ്പിച്ചിട്ടോ. ഇത് പുതിയ എടുത്ത സാധനം എടുത്താണ്ട് പുതിയ സാധനം എടുത്താണ്ട് ഇതിന്റെ സാധനം, അതായത് ഇതിന്റെ സുന കാണുന്നില്ല. ഈ രണ്ട് സുനുണ്ടോ ഇത് കാണുന്നില്ല. ബിക്കോസ് ഇത് രണ്ടും സാധി മറ്റേ ചെറുക്കം കൊണ്ടുപോയി കടിച്ചുകൊണ്ടേ. ഇത് ഞാൻ താഴത്തെ വെച്ചിരുന്നു കടിച്ചുകൊണ്ടേ. ഞാൻ അത് വേറെ വാങ്ങി വെക്കണം. ഇപ്പൊ ചോദിച്ചിട്ട് മുമ്പ് ഇല്ലെങ്കിൽ അത് സീനോ. ഇത് പിന്നെ അത് മാറ്റിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മള് മറ്റേ സാധനം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒക്കെ ഒരു വട്ടം മുറിയായിട്ട് ഇവിടെ 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 എവിടെയോ വെട്ടിട്ടി, അതായത് ഇങ്ങനെ എറിഞ്ഞു. അപ്പം അതിനനുസരിച്ച് അത് യൂസ് ചെയ്യുന്നു. ഇങ്ങനത്തെ 3 കിട്ടും. അത് യൂസ് ചെയ്ത് ഇത് നമ്മൾ ടൈ കിട്ടും. നമ്മൾ വലിയ ഏതായാലും നിലയൊക്കെ എത്തുമ്പോൾ ഇൻഷാള്ള പെട്ടെന്ന് തരും. അപ്പോൾ ഇപ്പം തന്നെ എടുത്ത സാധനം അത് അപ്പം അവിടെ അങ്ങനെ കിട്ടും. പിന്നെ അത് ഓവറോൾ ലുക്ക് ഇത് നമ്മൾ സെറ്റപ്പ് ആക്കിട്ടോ. ഈ കബോർഡും പിന്നെ ഇവിടെ ഒരു സേഫ്റ്റി വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഇടാൻ. പക്ഷെ എൻ്റെ വേണ്ടപ്പെട്ട സാധനം പറഞ്ഞാൽ എന്താ എസിൻ്റെ റിമോട്ട്, പിന്നെ മരി ഇത് കാട്ടി കൊടുക്കും. എസിൻ്റെ റിമോട്ട്, ഇത് ഫാനിൻ്റെ റിമോട്ട് കേട്ടോ. ഇത് ഫാനിൻ്റെ പിന്നെ പിന്നെ ഇത് എത്ര ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ വലിയ സിം എടുത്തതിൻ്റെ അത് പിന്നെ നമ്മളെ മറ്റേ സാധനം IPPP ആ സാധനം. അപ്പൊ പിന്നെ വേറൊരു സംഭവം ഉണ്ട്. അപ്പൊ എന്താണുള്ളത് അപ്പൊ കണ്ടുതരാം. അതിന്റെ ഒന്ന് കണ്ടുവച്ചാ ഇത് നമ്മളെ മാജിക് കബോർഡാണ്. അതായത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഇത് കൂടെ. അപ്പോ അത് കണ്ടുതരാം. അപ്പൊ ഞാൻ അത് കൂടെ പോകാറോ. ഇത് നമ്മുടെ മെയിൻ ഡോറാണ്. ബൈ ബൈ. ഹെറ്റേഴ്സ് വെറുതെ കട്ട് ചെയ്താണ് സംഭവം. സംഭവം നമ്മളെ ബാത്റൂമിലെ ഡോറാണ്. അവിടുന്ന് അടി കൊടുക്കാം. നമ്മളെ ബാത്റൂമിലെ ഡോറാണ്. അപ്പൊ ഈ ഡോറ് നേരെ ചെല്ലുന്നത് അപ്പുറത്ത് കൂടി ഇത് കൂടിയും കയറാം. അതായത് ഹാളിൽ കൂടിയും കയറാൻ മതി, അതേമാതിരി ഇത് കൂടിയും കയറാം. അപ്പൊ വീടിന്റെ മൊത്തത്തിൽ ഒരു റിവ്യൂ നമ്മൾ ചെയ്യും. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യും. വീടിന്റെ മൊത്തത്തിൽ ഇത് പിന്നെ ക്ലീൻ ആക്കാനൊന്നുമില്ല, ഇവിടെ സെറ്റാണ്. വീടിന്റെ മൊത്തത്തിലെ എന്താ വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ പിന്നെ നമ്മൾ തൂക്കിയിടാട്ടോ. ഇത് കാരണം ഇതേവരായിട്ട് ഇട്ടതാണ്. അപ്പൊ വലിയ ചളി ഇല്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ അങ്ങനെ ഇട്ടാണ്. പിന്നെ ഇതൊക്കെ നോക്കട്ടെ. അങ്ങനെ ആ കബോർഡ് ഫുള്ള് സെറ്റ് ആയിട്ടോ. ഇനി നമുക്ക് മിറർ ഒന്ന് തോർക്കണം. അതായത് നമ്മളത് ഇതുണ്ട് തോർത്തുന്നുണ്ട്. അപ്പൊ മിറർ തോത്താ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ തീരുമാനം കേട്ടോ. ഇതൊക്കെ തീരുമാനമാണ്. പിന്നെ അതൊക്കെ മാറ്റി നമ്മൾ തുറക്കണം. പെരക്കാർക്ക് ഒരു നല്ല എന്തേലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തൂടെ. അപ്പൊ ഞാൻ കണ്ടില്ല പെരയിലൊരു ഉപകാരമില്ല. അല്ല പെരയില് ഫുള്ള് ഉപകാരമാണ് നീ കൊണ്ട്. അപ്പൊ അത് സെറ്റ് ആക്കിട്ടോ ഗൈസ്. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ വെച്ചാല് ബെഡ്ഷീറ്റ് മാറ്റണം. ബെഡ്ഷീറ്റ് ഫുള്ള് മാറ്റുക, അതേമാതിരി തലക്കടികൾ മാറ്റുക, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ എന്താക്കണം, ക്ലീൻ ആക്കുമ്പോൾ മൊത്തം ക്ലീൻ ആക്കണം. അതായത് അവിടെയും ഇവിടെയും ജസ്റ്റ് തൊട്ടി എന്താ തൊട്ട് തുടച്ചിട്ടൊന്നും കാര്യമില്ല. അത് ക്ലീൻ ആകുമ്പോൾ ഒക്കെ റെഡി ആക്കും. അപ്പൊ ആദ്യം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ വിരിച്ചാണ്. അതിന്റെ മുമ്പ് നമ്മൾ എന്താ ഇടണം, ഇത് ഫുള്ള് റൂം ഫുള്ള് അടിച്ചു തരണം. അടിച്ചവരിലാണ് ചെറിയ പരിപാടി. അത് ഭയങ്കര വേദനയാണ്. അതിന്റെ മുമ്പ് വേറെ സീനുണ്ട്, ഫാൻ ക്ലീൻ ആക്കണ്ട് ഗൈസ്. ഇവിടെ മറന്നു പോയൊരു സംഭവം, എന്നാലും അത് റെഡിയാക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ ഉപകാരം കിട്ടോ. ഈ സാധനം എങ്ങനെ ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ മടക്കാം. പിന്നെ സെൽഫി സ്റ്റിക്ക് ഒക്കെ ചെയ്യാം. എന്തായാലും നമുക്ക് ഇത് സെറ്റ് ആക്കാം. എന്താ സംഭവം മനസ്സിലായി. ഇത് കണ്ടോ മനസ്സിലായി. അത് കഴിഞ്ഞു, നമ്മൾ അത് റെഡിയാക്കിയിരിക്കുന്നു. അതിന്റെ മേപ്പം തന്നെ കേട്ടോ. ഇനി ഗ്ലാസിന്റെ ആണ്, പക്ഷെ അത് നമുക്ക് എന്തായാലും ഫുള്ള് കയറ്റിടാം. ഇതാണക്കട്ടെ, ഇതെന്തായാലും ഫുള്ള് കയറ്റിടാം. കയറ്റിട്ടിട്ട് ഇവിടെ ഒരു ഓപ്പൺ കിട്ടും. ഓക്കെ
പേരുടെ ഉള്ളിൽ ഇനി പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിൽ കാണും റെഡിക്ക് കാണും. അങ്ങനെ ചെറിയ സീനുണ്ട്. പിന്നെ അതേമാതിരി എന്താ ഇട്ട് കഴിഞ്ഞാല് ഒരു പേടിയാണ്, രാത്രി കിടക്കാൻ പേടിയാണ്. അതെ റഷീദിക്കാൻ കയറിയെന്നാലേ ഇത് ഫുള്ള് ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ നമ്മള് ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാല് അടിച്ചു വരിക. അപ്പൊ നമ്മള് ആയുധം എടുത്ത് ഇതാണ് നമ്മളെ മെയിൻ പരിപാടി. അതായത് എന്നും എനിക്ക് ഇങ്ങനൊക്കെ ഓരോന്ന് കൈക്ക് കിട്ടുന്നുണ്ട് അടിച്ചു വരാൻ പറയും. പക്ഷെ നമ്മളാണുങ്ങളാണ് അടിച്ചു വരുന്ന അല്ലെങ്കിൽ സീനാണ്. എന്തായാലും ഇത് അടിച്ചു വരികയാണ്ട് എന്താ തുടച്ചാണ്ട് വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. അതായത് തുടച്ച് അടിച്ചു വരി അങ്ങനത്തെ പരിപാടി കഴിഞ്ഞു. എല്ലാം ഫുള്ള് ക്ലീൻ ആയി ഫുൾ സെറ്റപ്പ് ആയി. ഞങ്ങൾക്ക് ആ കർട്ടന് ഒന്ന് നടക്കാണ്ട് ബാക്കിയൊക്കെ സെറ്റപ്പ് ആണ്. ഞാൻ നല്ല റൂമിന്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടത്. അതായത് നമ്മള് ഫുൾ വീഡിയോ ഞാൻ കാട്ടിത്തരാം എങ്ങനെ ഉണ്ടായിരുന്ന റൂമാണ് ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ. എന്താ എങ്ങോട്ട് ടച്ച് വേണ്ടേ വരാട്ടെ നമ്മളെ ക്യാമറമാന് അൽ സാലു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാല് ഈ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ തന്നെ നമ്മളെ വീഡിയോ അടിപൊളിയാവും. പിന്നെ നമ്മൾ കുറേ ഷോർട്സ് ഒക്കെ ഇടലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഷോർട്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും കാണുക. എന്തായാലും ഈ വീഡിയോൻ്റെ ഒരു അല്ല ഈ റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഇത് വൈഡ് ആംഗിൾ ഇട്ടോക്കി പക്ഷെ ക്ലിയർ ഇട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടായിരുന്നു. ഇത് താത്താണ്ട് ഇത് റെഡിയാക്കുന്നുണ്ട്. ഇതൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ അടിയൊക്കെ ഫുൾ സെറ്റപ്പ് ആയി. ബിഫോറിന് എങ്ങനെയുണ്ട് എന്തായാലും എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനി ഇത് അടക്കാണ്ട് കേട്ടോ. അത് അടച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ഇത് അടക്കട്ടോ. ഇത് അടച്ചിട്ടുള്ള സീനാണ്. പുറത്ത് നല്ല വ്യൂ ഉണ്ട്. ഓക്കെ, ഇതുകൊണ്ട് സെറ്റ് ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പ്രൈവസി ആവശ്യമാണ്. ഫാൻ ഇട്ടോടെ നോയ്സും ചെറിയ സീൻ ഉണ്ടാവുള്ളൂ. അത് വിഷയമല്ല. പിന്നെ ഫാനൊക്കെ നമ്മൾ ക്ലീനാക്കി മൊത്തത്തിൽ ഫുൾ ക്ലീൻ. അതായത് റൂം ഫുൾ അടിപൊളിയാക്കി. നമ്മള് ആദ്യത്തിലാറെ എന്താ പറയാ സെറ്റ് ആക്കിയിരിക്കുന്ന റൂമ്. അപ്പൊ ഇപ്പോഴാണ് ഞാനൊന്ന് ഓണായത് റൂമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയപ്പോ. പിന്നെന്താ പറയാ, പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ്. പിന്നെ നമ്മള് വ്ളോഗ് ചെയ്യുമ്പോൾ കുറെ പരിമിതികളുണ്ട്. അതായത് ഫസ്റ്റ് വ്ളോഗ് എങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചിലപ്പോ എന്റെ ഫുള്ള് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോ പല പ്രശ്നങ്ങൾ വീഡിയോ ഷെയ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് ക്ഷമിക്കുക. എന്തായാലും വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ പണ്ട് പഠിച്ചേട്ടോ അങ്ങനെ സെറ്റ് പറയാൻ. എന്തായാലും എന്താ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നമുക്ക് ഫുള്ള് സെറ്റാണ് വീഡിയോ ഒക്കെ നമ്മള്. പിന്നെ അതേമാതിരി നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത് എന്ത് വീഡിയോ വേണം. അതായത് ഹോം ടൂർ വേണം പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു ദിവസം മോർണിംഗില് നമ്മളെ ഫുള്ള് ഇടും. വീഡിയോന്റെ ഫുൾ ഹോം ടൂർ ഫുൾ ഇടും. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തായാലും റൂമിന്റെ ഒരു ഇത് ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഫുൾ ക്ലീൻ ആക്കി സെറ്റ് ആക്കി ഉമ്മാക്ക് സന്തോഷിക്കണം. ഉമ്മ അവിടെ ഉണ്ട്, ഉമ്മാക്ക് സന്തോഷിക്കണം. ഫുൾ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെയായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അപ്പോ ഇൻഷാല്ലാ ബാക്കി നാളെ.